നോക്കൂ, കേരളം ഭരണവിരുദ്ധ വികാരത്തിൽ സഞ്ചരിക്കുകയാണ്. തിരുവനന്തപുരം ഒരു താമരപ്പാടമായി മാറുന്നു. ഈ സംസ്ഥാനത്ത് ബി.ജെ.പി. ആദ്യമായി ഭരിക്കുന്ന കോർപ്പറേഷനായി തിരുവനന്തപുരം മാറുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത NDAയുടെ കോളത്തിൽ ഒന്ന് കൂട്ടിക്കോളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA 4 ഇടത്ത്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലഡു 4 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? നിലവിളി ശബ്ദം വിടൂ. പ്രധാനപ്പെട്ട അപ്ഡേഷൻ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്ക് ഔദ്യോഗികമായി വരുമ്പോൾ NDA ആണ് ലീഡ് ചെയ്യുന്നത്. മൂന്ന് കോർപ്പറേഷൻ വാർഡുകളിൽ NDA, ഒരിടത്ത് UDF, 2 ഇടത്ത് LDF. 101 വാർഡുകളിൽ 3, 2, 5, 1, 6 വാർഡുകളുടെ ഫലസൂചനകൾ വരുമ്പോൾ, 6 ഡിവിഷനുകളുടെ ഫലസൂചനകൾ വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത NDAയുടെ കോളത്തിൽ ഒന്ന് കൂട്ടിക്കോളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കളിയാക്കിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നണേ. ചാലയടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെ LDFന് ശക്തമായ സ്വാധീനമുള്ള വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ചാലയടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ NDAയുടെ ലീഡാണ് കാണുന്നത്. എന്നുള്ളത് ഇപ്പൊ ചാലയൊക്കെ LDFന് അനുകൂലമായ വോട്ട് കുത്തൊഴുക്കുണ്ടാകുന്ന ഇടമാണ്. അവിടെ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ലീഡ് ഉയർത്തുകയാണ് ബി.ജെ.പി. NDA 7 ഇടത്തേക്ക് ലീഡ് ഉയർത്തുന്നു. തിരുവനന്തപുരത്ത് ശ്രീവരാഹം, മണക്കാട്, ചാല, ഫോർട്ട് പെരുന്താനി, ശ്രീകണ്ഠേശ്വരത്തും ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് ബി.ജെ.പി. കണ്ണൻമൂലയിൽ കണ്ണമൂല CPM-ന്റെ പ്രധാനപ്പെട്ട ശ്രമമാണ്. കണ്ണമൂലയിൽ പക്ഷേ NDA ലീഡ് ചെയ്യുന്നു. ഇല്ല, എനിക്കുണ്ട്. അമൽ കുട്ടിയാലും കിഴിച്ചാലും BJP തന്നെയോ? ഇന്ത്യ മുന്നണിയായി ഭരിക്കാൻ ആലോചിച്ചാൽ പോലും നടക്കാത്ത അവസ്ഥ. സ്വതന്ത്രനായ രാധാകൃഷ്ണനെ കൂടി കൂട്ടാമെന്ന് വിചാരിച്ചാൽ പോലും ഭരിക്കാൻ പറ്റാത്ത അവസ്ഥ. ബി.ജെ.പിയുടെ വ്യക്തമായ തേരോട്ടം നടക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ ഒരു തിരിച്ചുവരവ് ഇല്ലാത്ത വിധത്തിലേക്ക് തകർന്ന് തരിപ്പണമാവുകയാണ് LDF. എന്നാൽ UDF വോട്ട് വർദ്ധിപ്പിക്കുന്നു, സീറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടത്. ഒരു ട്രെൻഡിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDF വോട്ട് പിടിച്ച സ്ഥലങ്ങളിൽ UDF പിടിച്ചിരിക്കുന്ന വോട്ടുകൾ ബി.ജെ.പിയുടേതല്ല, LDF-ന്റേതാണ് എന്നുള്ളതാണ്. ബി.ജെ.പി. അവരുടെ നില അതേപോലെ തുടരുന്ന പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ സ്വീകരിക്കാൻ ഒരു ബി.ജെ.പിയുടെ മേയർ, അത് VV രാജേഷാണോ R ശ്രീലേഖയാണോ, എന്തായാലും 40ലേക്ക് എത്തുന്നു. തിരുവനന്തപുരം ഒരു താമരപ്പാടമായി മാറുന്നു. ഈ സംസ്ഥാനത്ത് ബി.ജെ.പി. ആദ്യമായി ഭരിക്കുന്ന കോർപ്പറേഷനായി തിരുവനന്തപുരം മാറുകയാണ്. 42 കഴിഞ്ഞ തവണത്തേതിൽ നിന്നുള്ള വലിയ വ്യത്യാസമാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 582 LDF-ഉം 337 UDF-ഉം ആയിരുന്നിടത്ത് ഇത്തവണ 428 UDF-ഉം 366 LDF-ഉം എന്നുള്ള നിലയിൽ NDAക്ക് കഴിഞ്ഞ തവണ 13 ഉണ്ടായിരുന്നത് ഇത്തവണ 25ആയി ഉയരുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ നോക്കൂ, കേരളം ഭരണവിരുദ്ധ വികാരത്തിൽ സഞ്ചരിക്കുകയാണ്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം വരാൻ പോവുകയാണ്. പശ്ചിമ ബംഗാളിൽ ഏത് തരത്തിലാണ് CPM-ന്റെ അഴിമതിക്കും ധാർഷ്ട്യത്തിനെതിരായി ജനങ്ങൾ തിരിച്ചടി കൊടുത്തത്, അതുപോലെ തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം മനോഹരമായ നഗരമാണ്. അതിനെ ഇവരുടെ കാഴ്ചപ്പാടില്ലായ്മ അഴിമതിയും കാരണം തകർത്തിട്ടിരിക്കുകയില്ലേ. ഞങ്ങൾ ഒരു നിമിഷം വിശ്രമിക്കാതെ NDAയുടെ മുഴുവൻ ജനപ്രതിനിധികളും മറ്റുള്ള പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മാതൃകാ തലത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയുണ്ട്, രാജീവ് ചന്ദ്രശേഖരജിയുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്ത് സമയബന്ധമായി നടപ്പിലാക്കും. മനോഹരമായി ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് മാറ്റും.